ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാർവൽ സ്റ്റുഡിയോയിന്റെ ഏറ്റവും പുതിയ ചിത്രമായ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയെ കുറിച്ചാണ്. സ്പൈഡർമാൻ സിനിമകളുടെ ലിസ്റ്റിൽ സ്പൈഡർമാൻ ഹോം കമ്മിങ്, സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം, സ്പൈഡർമാൻ നോ വേ ഹോം എന്നിവയ്ക്ക് ശേഷം റിലീസ് ചെയ്യുന്ന MCUവിന്റെ നാലാമത്തെ സ്പൈഡർമാൻ സിനിമയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. പഴയ 3 സ്പൈഡർമാൻ സിനിമകളിലും MCUവിന്റെ വലിയൊരു സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയും MCUവിന്റെ പ്രധാന കഥയിൽ നിന്ന് വേറിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ബാക്കി ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചിത്രം വളരെ രസകരമാണ്, നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കായി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ മുഴുവൻ സിനിമയുടെ കഥ വിശദീകരിക്കാൻ പോവുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ സിനിമയുടെ കഥ അറിഞ്ഞ് ആസ്വദിക്കാൻ സാധിക്കും. അതുകൊണ്ട് വേഗം തന്നെ നിങ്ങൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. കമന്റുകളിൽ സ്പൈഡർമാൻ എന്ന് തീർച്ചയായും എഴുതണേ, കാരണം നിങ്ങളുടെ ലൈക്കുകളും കമന്റുകളുമാണ് ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നത്. അതുകൂടാതെ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് സെറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ചാനലിലെ എല്ലാ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് എല്ലാവർക്കും മുൻപേ കാണാൻ സാധിക്കും. ശരി, ഇനി ഒട്ടും വൈകാതെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ആരംഭിക്കും. അപ്പോ MCUവിന്റെ സ്പൈഡർമാൻ 3 അതായത് സ്പൈഡർമാൻ നോ വേ ഹോം എന്ന ചിത്രത്തിൽ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ മന്ത്രം കാരണം പീറ്റർ പാർക്കർ തന്നെയാണ് സ്പൈഡർമാൻ എന്ന് ലോകം മുഴുവൻ മറന്നു പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മന്ത്രം ചൊല്ലിയതിനു ശേഷം സ്പൈഡർമാൻ എന്ന പേരിൽ ഒരു സൂപ്പർ ഹീറോ ലോകത്തുണ്ടെന്ന് ലോകം ഓർക്കുന്നു. എന്നാൽ പീറ്റർ പാർക്കറെ കുറിച്ച് എല്ലാവരും മറന്നു പോകുന്നു. അല്ലെങ്കിൽ ലോകത്തെ സംബന്ധിച്ച് പീറ്റർ പാർക്കർ എന്നൊരാൾ ജീവിച്ചിരിപ്പില്ല എന്ന് വേണമെങ്കിലും പറയാം. ഇപ്പോൾ പീറ്റർ പാർക്കറെ ആർക്കും അറിയാത്തതുകൊണ്ട് നമ്മുടെ പീറ്റർ പാർക്കർ സ്വയം ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒരു ചെറിയ വാടക ഫ്ലാറ്റിൽ താമസിക്കാൻ തുടങ്ങുന്നു. അവിടെ അവൻ പാർട്ട് ടൈം ജോലി ചെയ്യാൻ തുടങ്ങുകയും അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ഉപജീവനം കഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനോടെല്ലാം ഒപ്പം അവൻ തനിക്കായി സ്പൈഡർമാന്റെ ഒരു പുതിയ സ്യൂട്ട് ഡിസൈൻ ചെയ്യുന്നു. അത് സ്പൈഡർമാന്റെ യഥാർത്ഥ റെഡ് ആൻഡ് ബ്ലൂ കളർ സ്യൂട്ട് ആയിരുന്നു. തന്റെ ഈ പുതിയ സ്പൈഡർമാൻ സ്യൂട്ട് ധരിച്ച് നമ്മുടെ പീറ്റർ പാർക്കർ തന്റെ നഗരത്തിലെ ആളുകളെ മുഴുവൻ സഹായിക്കുന്നു. അപ്പോൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ സിനിമയുടെ കഥ കൃത്യമായി ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ പീറ്റർ പാർക്കർ അതായത് സ്പൈഡർമാൻ നഗരത്തിലെ കുറ്റവാളികളോട് പോരാടി വളരെ പ്രശസ്തനായി മാറിയിരിക്കുന്നു എന്നാണ്. ഇതുകൂടാതെ പീറ്റർ തന്റെ സ്യൂട്ടിനായി നിരവധി അഡ്വാൻസ്ഡ് ഗാഡ്ജറ്റുകളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലുപരി അവൻ തനിക്കായി ഒരു അഡ്വാൻസ്ഡ് AI-യും വികസിപ്പിച്ചിട്ടുണ്ട്. ആ AI-യുടെ പേരാണ് EV. ടോണി സ്റ്റാർക്ക് ജാർവിസിനൊപ്പം ചേർന്ന് തനിക്കായി പുതിയ സാങ്കേതിക വിദ്യകളും ഗാഡ്ജറ്റുകളും വികസിപ്പിച്ചിരുന്നത് പോലെ ഇവിടെയും സ്പൈഡി EV-യുമായി ചേർന്ന് തനിക്കായി പുതിയ ഗാഡ്ജറ്റുകൾ നിർമ്മിക്കുന്നു. ഇതിനൊപ്പം തന്നെ സ്പൈഡർമാൻ നഗരത്തിലെ എല്ലാ ക്യാമറകളും ഹാക്ക് ചെയ്തിട്ടുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ന്യൂയോർക്ക് നഗരത്തിനുള്ളിലെ എല്ലാ ക്യാമറകളുടെയും ദൃശ്യങ്ങൾ സ്പൈഡിക്ക് വളരെ എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്നു. നഗരത്തിന്റെ ഏതെങ്കിലും കോണിൽ ഒരു കുറ്റവാളി കുറ്റം ചെയ്യുമ്പോൾ അവിടെ നിന്ന് സ്പൈഡിയുടെ ഫോണിലേക്ക് ഒരു സിഗ്നൽ വരുന്നു. അതിലൂടെ നഗരത്തിൽ കുറ്റം നടക്കുന്നുണ്ടെന്ന് സ്പൈഡർമാൻ അറിയുകയും ഇതറിയുന്നതോടെ സ്പൈഡർമാൻ വേഗം തന്നെ നഗരത്തിന്റെ ആ കോണിലെത്തി കുറ്റവാളിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അതായത് ആ കുറ്റവാളിയെ തല്ലിച്ചതച്ച് പോലീസിന് കൈമാറുന്നു. എന്നാൽ ഈ ജോലികൾക്കെല്ലാം ഇടയിൽ പീറ്റർ പാർക്കർ ഇൻസ്റ്റഗ്രാമിലൂടെ തന്റെ സുഹൃത്തുക്കളെ കുറിച്ചുള്ള വിവരങ്ങളും സൂക്ഷിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റുകളിലൂടെയും സ്റ്റോറികളിലൂടെയും അവൻ തന്റെ കൂട്ടുകാരൻ നെഡ്, കാമുകി MJ എന്നിവരുടെ എല്ലാ അപ്ഡേറ്റുകളും അറിയുന്നു. അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും അവർ സുരക്ഷിതരാണോ എന്നും നിരീക്ഷിക്കുന്നു. തന്റെ കൂട്ടുകാരായ നെഡും MJയും MIT-യിൽ പ്രവേശനം നേടി പഠനം പൂർത്തിയാക്കുകയാണെന്ന് പീറ്റർ പാർക്കർ കാണുന്നു. തന്റെ കൂട്ടുകാരോടൊപ്പം ഉണ്ടാകാൻ കഴിയാത്തതിൽ പീറ്ററിന് വിഷമം തോന്നുന്നുണ്ടെങ്കിലും തന്റെ 2 കൂട്ടുകാരും സുരക്ഷിതരാണെന്നും ജീവിതത്തിൽ മുന്നേറുകയാണെന്നും ഉള്ളിൽ അവൻ സന്തോഷിക്കുന്നു. ഇവിടെ സ്പൈഡർമാൻ കാരണം ന്യൂയോർക്ക് സിറ്റിയിലെ കുറ്റകൃത്യങ്ങൾ വളരെ കുറഞ്ഞിരിക്കുന്നതായി നമ്മൾ അറിയുന്നു. കാരണം ഏതൊരു കുറ്റവാളി കുറ്റം ചെയ്യാൻ തുനിഞ്ഞാലും സ്പൈഡർമാൻ അവരെ പിടിച്ച് തല്ലി പോലീസിന് കൈമാറുന്നു. സ്പൈഡർമാൻ കാരണം പോലീസിന്റെ ജോലി വളരെ എളുപ്പമായതിനാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി സ്പൈഡർമാൻ നല്ല സൗഹൃദത്തിലാകുന്നു. ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പോലീസ് ഡിറ്റക്റ്റീവ് ഉണ്ട്. അവരുടെ പേരാണ് ഓഫീസർ ഡിവോൾഫ്. സ്പൈഡർമാനും ഓഫീസർ ഡിവോൾഫും നല്ല സുഹൃത്തുക്കളായി മാറുകയാണെന്നും നഗരത്തിലെ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പരസ്പരം സംസാരിക്കാറുണ്ടെന്നും നമ്മൾ കാണുന്നു. ഇവിടെ പീറ്റർ പാർക്കറുടെ അല്ലെങ്കിൽ സ്പൈഡർമാന്റെ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം വളരെ നന്നായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവരൊരു പ്രശ്നം നേരിടാൻ തുടങ്ങുന്നു. സ്പൈഡർമാന്റെ തലയിൽ പെട്ടെന്ന് വേദന വരാൻ തുടങ്ങുന്നു. ഈ വേദന അവന് ഇടയ്ക്കിടെ വരാറുള്ളതും ചിലപ്പോൾ വളരെ കഠിനമാകാറുള്ളതുമായിരുന്നു. തലവേദന കാരണം സ്പൈഡർമാന് ചിലപ്പോൾ തന്റെ വലകൾ ലക്ഷ്യത്തിലേക്ക് കൃത്യമായി എറിയാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ സ്പൈഡർമാൻ ഈ വേദന കാര്യമാക്കാതെ തലവേദനയ്ക്കുള്ള മരുന്ന് കഴിച്ച് ഇത് എപ്പോഴും അവഗണിക്കാറായിരുന്നു പതിവ്. ഇതിനുശേഷം സ്പൈഡർമാന്റെ പല വില്ലന്മാരെ കാണിക്കുന്നു. അവർ ഓരോരുത്തരായി നഗരത്തിൽ ഭീതി പരത്തുന്നു. സ്പൈഡർമാൻ അവരെ എല്ലാം ഒന്നൊന്നായി തോൽപ്പിച്ച് പോലീസിന് കൈമാറുന്നു. ഈ കാര്യങ്ങൾക്കിടയിൽ അവൻ സ്കോർപ്പിയനുമായി പോരാടി അവനെ പോലീസിന്
നൽകുന്നു. തുടർന്ന് ടോം സ്റ്റോളുമായി പോരാടി അവനെയും പോലീസിൽ ഏൽപ്പിക്കുന്നു. ഇതുപോലെ മറ്റു വലിയ കുറ്റവാളികളോടൊപ്പം ദി ഹാൻ എന്ന നിഞ്ച സംഘത്തെ മുഴുവനായും അറസ്റ്റ് ചെയ്യിക്കുന്നു. ഇതിനുശേഷം കാര്യങ്ങളെല്ലാം നന്നായി പോകവേ ഒരു ദിവസം പീറ്റർ പാർക്കർ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റിലേക്ക് പോകുന്നു. വഴിയിൽ അവൻ ഓഫീസർ ഡിവോൾഫുമായി സംസാരിക്കുന്നുമുണ്ടായിരുന്നു. ഫോണിലൂടെ അവർ രണ്ടുപേരും നഗരത്തിലെ കുറ്റവാളികളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. എന്നാൽ അവിടെ വെച്ച് ഓഫീസർ ഡിവോൾഫ് പീറ്റർ പാർക്കറോട് ഇപ്പോൾ തലവേദന മാറിയോ എന്നും അവൻ അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നും ചോദിക്കുന്നു. എന്നാൽ പീറ്റർ ആ കാര്യം ലളിതമായി അവഗണിക്കുകയും താൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഓഫീസറോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ പീറ്ററിന്റെ വാക്ക് കേട്ട് ഓഫീസർ ഡിവോൾഫ് തലവേദന കൂടുതൽ ബുദ്ധിമുട്ടൊന്നുണ്ടെങ്കിൽ കുറച്ചു ദിവസം വിശ്രമിച്ച് ചികിത്സ തേടണമെന്നും സ്വയം ശ്രദ്ധിക്കണമെന്നും പറയുന്നു. അവർ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ രണ്ടുപേരുടെയും ഫോണിൽ ഒരു അലാറം മുഴങ്ങുന്നു. നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ നഗരത്തിനുള്ളിൽ ഒരു കുറ്റവാളി സൈന്യത്തിന്റെ ടാങ്ക് ഹൈജാക്ക് ചെയ്തതായി അവർ മനസ്സിലാക്കുന്നു. ആ കുറ്റവാളി ടാങ്കിലിരുന്ന് നഗരത്തിലുടനീളം നാശനഷ്ടങ്ങൾ വരുത്തുകയാണ്. ഇതറിഞ്ഞ ഉടൻ പീറ്റർ പാർക്കർ വേഗം സ്പൈഡർമാൻ സൂട്ട് ധരിച്ച് ടാങ്ക് നാശം വിതയ്ക്കുന്ന സ്ഥലത്തേക്ക് നേരിട്ടെത്തുന്നു. ഇവിടെ എത്തിയ പീറ്റർ പാർക്കർ ടാങ്കിന് മുന്നിൽപ്പെടുന്ന എല്ലാ ആളുകളെയും രക്ഷിക്കുന്നു. ടാങ്ക് തട്ടി ആരും മരിക്കാതിരിക്കാൻ അവൻ ശ്രദ്ധിക്കുന്നു. ഒപ്പം ടാങ്ക് തടയാൻ അവൻ പരമാവധി ശ്രമിക്കുന്നു. എന്നാൽ അവന് ടാങ്ക് തടയാനാകുന്നില്ല. ടാങ്ക് ഓടിക്കുന്നയാൾ ടാങ്കുമായി നേരെ DODC അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡാമേജ് കൺട്രോൾ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറ്റുന്നു. കെട്ടിടം തകർത്ത് ടാങ്ക് മുഴുവനായി DODC കെട്ടിടത്തിന്റെ നടുവിലേക്ക് എത്തിക്കുന്നു. DODCയെ കുറിച്ച് അറിയാത്തവർക്കായി പറയാം. ഇത് അടിസ്ഥാനപരമായി ഒരു സർക്കാർ വകുപ്പാണ്. ലോകത്ത് കണ്ടെത്തുന്ന അന്യഗ്രഹ സാങ്കേതിക വിദ്യകൾ തങ്ങളുടെ അതായത് ഏലിയൻ ടെക് തങ്ങളുടെ വശത്ത് വെക്കുകയും അതിൽ ഗവേഷണം നടത്തി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുകയാണ് ഇവരുടെ ജോലി. ടോണി സ്റ്റാർക്കിന്റെ സഹായത്തോടെയാണ് ഈ വകുപ്പ് ആരംഭിച്ചത്. ഡാമേജ് കൺട്രോൾ വകുപ്പ് ആദ്യമായി കാണിക്കുന്നത് സ്പൈഡർമാൻ ഹോം കമ്മിങ് സിനിമയിലാണ്. 2012 അവെഞ്ചേഴ്സ് സംഭവങ്ങൾക്ക് ശേഷം ലോകത്ത് കണ്ടെത്തിയ ചിറ്റൌറി സാങ്കേതിക വിദ്യകൾ ശേഖരിച്ച് അവർ തങ്ങളുടെ നിയന്ത്രണത്തിൽ സൂക്ഷിച്ചിരുന്നു. സിനിമയിൽ കുറ്റവാളി ടാങ്ക് DODC കെട്ടിടത്തിനുള്ളിലേക്ക് ഇടിച്ചു കയറ്റിയ ഉടൻ തന്നെ സ്പൈഡർമാൻ ടാങ്കിനടുത്തേക്ക് ചെല്ലുകയും ടാങ്കിന്റെ അടപ്പ് തുറന്ന് കുറ്റവാളിയെ പുറത്തെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ടാങ്കിന്റെ മൂടി തുറന്നപ്പോൾ അതിനുള്ളിൽ ഒരു പ്രായമായ സ്ത്രീയെയാണ് അവൻ കാണുന്നത്. ആ വൃദ്ധ ആരോ നിയന്ത്രിക്കുന്നത് പോലെ വിചിത്രമായി പെരുമാറുകയായിരുന്നു. അടുത്ത നിമിഷം ആ വൃദ്ധയെ വശത്താക്കിയ ശക്തി അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന് അടുത്തുള്ള ഒരു പോലീസ് ഓഫീസറുടെ ഉള്ളിലേക്ക് കടക്കുന്നതായി നമ്മൾ കാണുന്നു. അതിനുശേഷം ആ വൃദ്ധ കരയാൻ തുടങ്ങുകയും താൻ എങ്ങനെ ഇവിടെ എത്തിയാൽ അറിയില്ലെന്ന് പറയുകയും ചെയ്യുന്നു. സ്പൈഡർമാന് ഇതെല്ലാം വളരെ വിചിത്രമായി തോന്നി. ആരോ ആ വൃദ്ധയെ കൊണ്ട് നിർബന്ധിച്ച് ടാങ്ക് ഓടിപ്പിച്ചതാണെന്നും ആ വ്യക്തി ദൂരെ നിന്ന് മനുഷ്യരെ നിയന്ത്രിക്കാനും അവിടെ മനസ്സിൽ കയറി കാര്യങ്ങൾ ചെയ്യിക്കാനും കഴിവുള്ളയാളാണെന്നും അവൻ മനസ്സിലാക്കുന്നു. ആ അജ്ഞാത ശക്തി പതുക്കെ മറ്റു മനുഷ്യരിലേക്ക് കടക്കാൻ തുടങ്ങുന്നത് സ്പൈഡർമാൻ കാണുന്നു. അത് കണ്ട് സ്പൈഡി അതിനെ പിന്തുടരുന്നു. ഇതേ കെട്ടിടത്തിനുള്ള സ്കോർപിയോ തടവിലാക്കിയിട്ടുണ്ടെന്ന് ഇവിടെ വെച്ച് നമ്മൾ അറിയുന്നു. ഇന്ന് ഈ സമയത്ത് ചില ഓഫീസർമാർ സ്കോർപിയോനെ ഒരു ഹെലികോപ്റ്ററിൽ അവിടെ നിന്ന് ദൂരെയുള്ള സുരക്ഷിതമായ ഒരു ജയിലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ സ്കോർപിയോനെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയ ഓഫീസറെയും ആ ദുരൂഹ വ്യക്തി തന്റെ നിയന്ത്രണത്തിലാക്കുന്നു. അവൻ ഹെലികോപ്റ്റർ പൈലറ്റിനോട് സ്കോർപിയോനെ ജയിലിലേക്ക് കൊണ്ടുപോകേണ്ടതില്ലെന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും ആവശ്യപ്പെടുന്നു. പൈലറ്റ് ഉത്തരവ് അനുസരിച്ച് സ്കോർപിയോനെ ജയിലിലേക്ക് കൊണ്ടുപോകാതെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഇതിനിടയിൽ സ്പൈഡർമാനും അവിടെ എത്തുന്നു. ആ മിസ്റ്റീരിയസ് കഥാപാത്രം ആ ഓഫീസറിലൂടെ സ്പൈഡിയോട് സംസാരിക്കുന്നു. തുടർന്ന് നേരിട്ട് സ്പൈഡർമാന്റെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. ആ മിസ്റ്റീരിയസ് കഥാപാത്രം സ്പൈഡിയുടെ മനസ്സിലേക്ക് കടക്കുമ്പോൾ തന്നെ സ്പൈഡിയുടെ മനസ്സിലെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഓർമ്മ അവൻ കാണുന്നു. ആ ഓർമ്മയിൽ സ്പൈഡി തന്നെ സ്യൂട്ട് അണിഞ്ഞ് വീട്ടിലിരിക്കുകയാണ്. അവിടെ അവനെ കാണാൻ ആൻമേ വരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ സ്പൈഡി ആ ശക്തിയെ തന്റെ മനസ്സിൽ നിന്ന് പുറന്തള്ളുന്നു. കാരണം സ്പൈഡർമാൻ ഒരു സാധാരണ മനുഷ്യനല്ല, വളരെ ശക്തനായ ഒരു സൂപ്പർ ഹീറോയാണ്. അതുകൊണ്ട് അവന്റെ മനസ്സ് മറ്റു മനുഷ്യരെ അപേക്ഷിച്ച് വളരെ ശക്തമാണ്. അതിനാൽ ആ ദുരൂഹ വ്യക്തിക്ക് സ്പൈഡിയുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എന്നാൽ അതിനുശേഷം ആ ദുരൂഹ വ്യക്തി സ്പൈഡിയോട് പറയുന്നു അവൻ മുകളിലേക്ക് വന്ന തിടുക്കത്തിൽ താഴത്തെ ടാങ്കിലുണ്ടായിരുന്ന ഒരു കാര്യം ശ്രദ്ധിക്കാൻ വിട്ടുപോയി എന്ന്. അത് പറയുമ്പോൾ തന്നെ ടാങ്കിനുള്ളിൽ ഒരു ബോംബ് ഘടിപ്പിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നു. കൗണ്ട് ഡൗൺ അവസാനിച്ചതോടെ അത് സ്ഫോടനമാക്കുന്നു. ആ സ്ഫോടനം കാരണം DODC കെട്ടിടത്തിൽ വലിയൊരു ബ്ലാസ്റ്റ് സംഭവിക്കുകയും പലതും കത്തി നശിക്കുകയും ചെയ്യും. ഈ സംഭവത്തിന് ശേഷം ഓഫീസർ ഡിവോൾഫ് സ്പൈഡിയെ കാണുന്നു. സ്കോർപിയൻ തങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടതിനെ കുറിച്ച് അവർ സംസാരിക്കുന്നു. സ്കോർപിയനെ പോലെ ഒരു അപകടകാരിയായ കുറ്റവാളി പുറത്തു നടക്കുന്നത് ശരിയല്ലാത്തതിനാൽ എത്രയും വേഗം അവനെ കണ്ടെത്താൻ അവർ പ്ലാൻ ചെയ്യുന്നു. ഇന്ന് സ്പൈഡി കണ്ട കാര്യങ്ങളെല്ലാം വളരെ വിചിത്രമായിരുന്നു. അതുകൊണ്ട് ഇതിനെക്കുറിച്ചെല്ലാം അറിയാൻ സ്പൈഡി നേരെ പോയി യെലേന ബെലോവയെ കാണുന്നു. ആരോ മറ്റുള്ളവരുടെ മനസ്സ് നിയന്ത്രിച്ച് കാര്യങ്ങൾ ചെയ്യിക്കുന്നത് കണ്ടതുകൊണ്ടാണ് സ്പൈഡർമാൻ യെലേനയെ കാണാൻ പോകുന്നത്. ബ്ലാക്ക് വിഡോകളുടെ റെഡ് റൂമിലും ഇതുപോലെയാണ് ചെയ്തിരുന്നത്. ബ്ലാക്ക് വിഡോകളുടെ മനസ്സ് നിയന്ത്രിച്ചാണ് കാര്യങ്ങൾ ചെയ്യിച്ചിരുന്നത്. അതിനാൽ സ്പൈഡർമാന് ഇത് അതിന് സമാനമായി തോന്നി. അതുകൊണ്ടാണ് യെലേന ബെലോവയോട് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ അവൻ വന്നത്. എന്നാൽ യെലേന ബെലോവ പീറ്റർ പാർക്കറോട് പറയുന്നു ഇത് റെഡ് റൂമിൽ ചെയ്യുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെന്ന്. മറ്റുള്ളവരുടെ മനസ്സ് നിയന്ത്രിക്കുന്ന ആൾ വളരെ വ്യത്യസ്തനും ശക്തനുമാണ്. തുടർന്ന് യെലേന സ്പൈഡർമാനോട് പറയുന്നു കഴിഞ്ഞ ഒരു മാസമായി ആരോ DODC സെർവറുകൾ ഹാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അവൻ DODC സെർവറുകളിൽ ഒരൊറ്റ കാര്യം മാത്രമാണ് തിരയുന്നത്. അത് VMAX V4 വാൻ എന്നും പിന്നീട് മാക്സ് VMAX എന്നുമാണ്. എന്നാൽ ഈ കാര്യം കേട്ടിട്ട് സ്പൈഡിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അതിനാൽ അവൻ
അവൻ നിൽക്കുന്നു. ഹെലേനയോട് എന്താണ് ഈ വിമാക്സ് എന്ന് ചോദിക്കുന്നു. എന്നാൽ തനിക്കും വിമാക്സിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് ഹെലേന പറയുന്നു. അത് കേട്ട സ്പൈഡി ഹെലേനയുടെ അടുക്കൽ നിന്ന് മടങ്ങുന്നു. വിമാക്സിനെ കുറിച്ച് ഡിഒഡിസിയിൽ നിന്ന് തന്നെ അറിയാൻ സാധിക്കുമെന്ന് അവൻ കരുതുന്നു. വിമാക്സിനെ കുറിച്ച് അറിയാൻ സ്പൈഡർമാൻ നേരെ ഡിഒഡിസി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നു. അവിടെ വെച്ച് സ്പൈഡർമാൻ ഡിഒഡിസി തലവനായ വില്യം മെഡ്സ്കറെ കണ്ടുമുട്ടുന്നു. സ്പൈഡർമാനും വില്യം മെഡ്സ്കറും കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഈ മിസ്റ്റീരിയസ് കഥാപാത്രത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ മിസ്റ്റീരിയസ് കഥാപാത്രത്തെ കണ്ടെത്താൻ സ്പൈഡർമാൻ സഹായിക്കണമെന്ന് വില്യം മെഡ്സ്കർ ആവശ്യപ്പെടുന്നു. സ്പൈഡർമാൻ അത് സമ്മതിക്കുന്നു. ഡിഒഡിസിയെ സഹായിക്കാമെന്നും ആ വ്യക്തിയെ തീർച്ചയായും പിടികൂടുമെന്നും മെഡ്സ്കർ പറയുകയും ചെയ്യുന്നു. എന്നാൽ അതിനുശേഷം സ്പൈഡർമാൻ വില്യം മെഡ്സ്കറോട് വിമാക്സിനെ കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ മെഡ്സ്കർ അത് നിഷേധിക്കുകയും തനിക്ക് വിമാക്സിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് പറയുകയും ചെയ്യുന്നു. അടുത്ത രംഗത്തിൽ സ്പൈഡർമാൻ ഒരു കഫേയിൽ ഇരിക്കുന്നത് നമ്മൾ കാണുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് കൂട്ടുകാരൻ നെഡ് അതേ കഫേയിലേക്ക് വരികയും കഫേയിലെ ജീവനക്കാരിയോട് സാധനങ്ങൾ വാങ്ങുമ്പോൾ സംസാരിക്കുകയും ചെയ്യുന്നു. ആ സംസാരം കേട്ട് പീറ്റർ മനസ്സിലാക്കുന്നു ഇന്ന് നെഡ് തന്റെ കൂട്ടുകാരുടെ പാർട്ടിക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. ആ പാർട്ടിയിൽ തീർച്ചയായും അവന്റെ കാമുകി എംജെയും ഉണ്ടാകും. പീറ്ററിന് എംജെയെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നതിനാൽ അവനും അന്ന് രാത്രി ആ പാർട്ടിക്ക് പോകുന്നു. അവിടെ വെച്ച് അവൻ നെഡിനെയും എംജെയെയും കാണുന്നു. നെഡും എംജെയും പീറ്ററിനെ കാണുന്നുണ്ട്. എന്നാൽ അവർ പീറ്റർ പാർക്കറെ മറന്നുപോയതുകൊണ്ട് അവന്റെ പേര് ചോദിക്കുന്നു. അത് കേട്ട് പീറ്റർ പാർക്കർ തനിക്കൊരു വ്യാജ പേര് പറയുകയും ഒരു പുതിയ വ്യക്തിയായി അവരെ പരിചയപ്പെടുകയും ചെയ്യുന്നു. അടുത്ത നിമിഷം പീറ്റർ കരുതുന്നു താൻ എംജെയുടെ അടുത്ത് പോയി സംസാരിച്ചാൽ ഒരുപക്ഷെ അവൾക്ക് തന്നെ ഓർമ്മ വന്നേക്കുമെന്ന്. എന്നാൽ പീറ്റർ എംജെയുടെ അടുത്തേക്ക് പോകുന്നതിന് മുൻപ് തന്നെ എംജെയുടെ ബോയ്ഫ്രണ്ട് അവിടെ വരികയും അവൾ അവനെ കണ്ട് ഉമ്മ വെക്കുകയും ചെയ്യുന്നത് അവൻ കാണുന്നു. അത് കണ്ട് പീറ്റർ മനസ്സിലാക്കുന്നു എംജെ തന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞു എന്നും അവൾക്കിപ്പോൾ ഒരു ബോയ്ഫ്രണ്ട് ഉണ്ടെന്നും. അതുകൊണ്ട് പീറ്റർ നിശബ്ദനായി അവിടെ നിന്ന് മടങ്ങുന്നു. എന്നാൽ വീട്ടിലെത്തുമ്പോഴേക്കും പീറ്ററിന്റെ ആരോഗ്യം മോശമാകാൻ തുടങ്ങുന്നു. പീറ്ററിന് കുറെ നാളുകളായി ഉണ്ടായിരുന്ന പഴയ തലവേദന ഇന്ന് വളരെ കഠിനമാകുന്നു. തലവേദന കാരണം പീറ്റർ അസ്വസ്ഥനാകുന്നു. അവന്റെ ആരോഗ്യനില വല്ലാതെ വഷളാകുന്നു. ഇതുമൂലം പീറ്റർ പാർക്കർ ബോധരഹിതനായി മുറിയിൽ വീഴുന്നു. പിറ്റേന്ന് രാവിലെ പീറ്റർ പാർക്കർ കണ്ണു തുറക്കുമ്പോൾ താൻ പൂർണ്ണമായും ഒരു ചിലന്തി വലയ്ക്കുള്ളിൽ മൂടപ്പെട്ടിരിക്കുന്നത് കാണുന്നു. ഒരു ചിലന്തിക്കൂട്ടിനുള്ളിൽ കിടക്കുന്നത് പോലെ. പീറ്റർ പാർക്കർ പതുക്കെ ആ കൂട്ടിനുള്ളിൽ നിന്ന് പുറത്തു കടക്കുന്നു. എന്നാൽ പുറത്തു വന്ന ഉടൻ അവൻ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ പീറ്ററിന്റെ കൈകളിൽ നിന്ന് ഓർഗാനിക് വെബ് പുറത്തു വരുന്നു. അതിന്റെ സഹായത്തോടെ അവൻ കെട്ടിടത്തിൽ തൂങ്ങിക്കിടക്കുന്നു. എന്നാൽ സ്വന്തം കയ്യിൽ നിന്ന് വല എങ്ങനെ വരുന്നുവെന്ന് ഓർത്ത് പീറ്ററിന് വിചിത്രമായി തോന്നുന്നു. ആ പരിഭ്രാന്തിയിൽ അവൻ താഴേക്ക് വീഴുകയും നിലത്ത് വീണ് ചെറിയ പരിക്കേൽക്കുകയും ചെയ്യുന്നു. തുടർന്ന് പീറ്റർ പാർക്കർ തിരികെ കെട്ടിടത്തിലേക്ക് കയറി തന്റെ മുറിയിലെത്തുന്നു. അതിനുശേഷം പീറ്റർ തന്റെ AI ആയ ഇവിയോട് സംസാരിക്കുകയും തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. പീറ്ററിന്റെ ചോദ്യം കേട്ട് AI പറയുന്നു കുറെ കാലമായി പീറ്റർ വളരെ അസ്വസ്ഥനാണെന്നും വലിയ മാനസിക സമ്മർദ്ദത്തിലും വിഷമത്തിലുമാണെന്ന്. ഈ കാരണങ്ങൾ കൊണ്ട് പീറ്റർ പാർക്കറുടെ ഉള്ളിലെ സ്പൈഡർ DNA പതുക്കെ മ്യൂട്ടേറ്റ് ചെയ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്പൈഡർമാന്റെ ശരീരത്തിനുള്ളിൽ ചിലന്തിയുടെ DNA ഉള്ളതുകൊണ്ടാണ് അവൻ ചിലന്തിയെ പോയ ശക്തികൾ ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ അവന്റെ ഉള്ളിലെ ഈ DNA പതുക്കെ രൂപമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പീറ്റർ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ പകുതി മനുഷ്യന്റെ DNAയും ബാക്കി പകുതി ചിലന്തിയുടെ DNA ആണെന്ന് അറിയുന്നു. ഈ പകുതി മനുഷ്യ DNA ഉള്ളതുകൊണ്ടാണ് സ്പൈഡി മനുഷ്യരെ പോലെ നടക്കുന്നതും സംസാരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും. ഒപ്പം ചിലന്തിയുടെ ശക്തികളും അവരുണ്ട്. ചുവരുകളിൽ കയറാം, വലകൾ എറിയാം, സ്പൈഡർ സെറ്റ്സ് ഉണ്ട്. എന്നാൽ ഇപ്പോൾ പീറ്ററിന്റെ ശരീരത്തിൽ നടക്കുന്ന മ്യൂട്ടേഷൻ കാരണം ചിലന്തിയുടെ DNA അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മനുഷ്യ DNA കുറയുകയും സ്പൈഡർ DNA കൂടുകയും ചെയ്യുന്നു. ഈ കാരണം കൊണ്ട് സ്പൈഡറുടെ ശരീരം കൂടുതൽ ശക്തമാവുകയും അവൻ സ്വന്തം ശരീരത്തിൽ നിന്ന് ഓർഗാനിക് വെബ്സ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിന്റെ ദോഷം എന്തെന്നാൽ പീറ്റർ പാർക്കർക്ക് സ്വന്തം ശരീരത്തിന്മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുകയും അവൻ കൂടുതൽ ആക്രമാസക്തനാവുകയും ചെയ്യുന്നു. പീറ്ററിന്റെ ശരീരത്തിൽ സ്പൈഡർ DNA കൂടുമ്പോഴെല്ലാം അവന്റെ 2 കണ്ണുകളും പൂർണ്ണമായും കറുത്ത നിറമാകുന്നു. ഇതുമൂലം പീറ്ററിന്റെ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. ഈ രംഗം നിങ്ങൾ എല്ലാവരും സിനിമയുടെ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാകുമല്ലോ. പീറ്ററിന്റെ കണ്ണുകൾ കറുക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. തലയിൽ ഇപ്പോഴും കഠിനമായ വേദനയുണ്ടെങ്കിലും അവൻ തന്റെ ഈ പുതിയ ശക്തികളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ സ്കോർപിയൻ നഗരത്തിൽ എത്തിയിട്ടുണ്ടെന്ന് അവൻ അറിയുന്നു. ഈ സമയത്ത് സ്പൈഡർമാന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. അവന് ശക്തികളെയോ ഓർഗാനിക് വെബ്സിനെയോ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും താൻ ഒരു സൂപ്പർ ഹീറോ ആയതുകൊണ്ട് ഈ അവസ്ഥയിലും അവൻ നേരെ സ്കോർപിയണിന്റെ അടുത്തേക്ക് പോകുന്നു. ഇടറി വീണും കെട്ടിടങ്ങളിൽ ഇടിച്ചും സ്പൈഡി സ്കോർപിയണിന്റെ അടുത്തെത്തുന്നത് നമ്മൾ കാണുന്നു. അവിടെ വെച്ച് സ്കോർപിയണുമായി പോരാട്ടമുണ്ടാകുന്നു. ശക്തികൾ നിയന്ത്രിക്കാൻ കഴിയാത്തതിനാൽ സ്പൈഡിക്ക് ഈ പോരാട്ടത്തിൽ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു. സ്കോർപിയൺ അവനെ തല്ലാൻ തുടങ്ങുന്നു. എന്നാൽ പെട്ടെന്ന് സ്പൈഡിയുടെ ശരീരത്തിലെ സ്പൈഡർ DNA പെട്ടെന്ന് വർദ്ധിക്കുന്നു. കണ്ണുകൾ പൂർണ്ണമായും കറക്കുകയും ശക്തികൾ വളരെയധികം കൂടുകയും ചെയ്യുന്നു. ശരീരത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട സ്പൈഡി സ്കോർപിയനെ പിടിച്ച് ക്രൂരമായി തല്ലി ചതയ്ക്കുന്നു. എന്നാൽ പിന്നീട് സ്പൈഡി സ്വയം നിയന്ത്രിക്കുന്നു. അതിനുശേഷമാണ് അവൻ ശ്രദ്ധിക്കുന്നത് സ്കോർപിയൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ല അവിടെ വന്നതെന്നും നാശനഷ്ടങ്ങൾ വരുത്തുന്നതെന്നും. നേരത്തെ DODC കെട്ടിടത്തിൽ എല്ലാവരെയും നിയന്ത്രിച്ച അതേ മിസ്റ്റീരിയസ് കഥാപാത്രമാണ് ഇപ്പോൾ സ്കോർപിയനെയും നിയന്ത്രിക്കുന്നത്. തന്റെ ഉള്ളിൽ നടക്കുന്ന മ്യൂട്ടേഷൻ വലിയ പ്രശ്നമുണ്ടാക്കുന്നുണ്ടെന്ന് പീറ്റർ മനസ്സിലാക്കുന്നു. സ്പൈഡർ DNA കൂടുന്നതുകൊണ്ട് അവന് മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. സ്വയം ചികിത്സിക്കാനായി പീറ്റർ പാർക്കർ നേരെ
ബ്രൂസ് ബാനറെ കാണാൻ പോകുന്നു. അടുത്ത രംഗത്തിൽ ബ്രൂസ് ബാനർ ഒരു യൂണിവേഴ്സിറ്റിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് കാണാം. ക്ലാസ് കഴിഞ്ഞ ഉടൻ പീറ്റർ ബ്രൂസ് ബാനറെ കാണുന്നു. ബ്രൂസ് പീറ്ററിനോട് പേര് ചോദിക്കുമ്പോൾ അവൻ നെഡ് ലീഡ്സ് എന്നാണ് പേര് പറയുന്നത്. പീറ്റർ തന്റെ യഥാർത്ഥ പേര് പറയാതെ കൂട്ടുകാരന്റെ പേരാണ് ഉപയോഗിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ബ്രൂസ് ബാനറാണ് ഹൾക്ക് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ സിനിമയിലെ ഈ രംഗത്തിൽ ബ്രൂസ് ബാനർ തനിക്കായി ഒരു ഉപകരണം നിർമ്മിച്ചിരിക്കുന്നത് കാരണം അത് ഉപയോഗിച്ച് അവൻ തന്റെ ഹൾക്ക് DNA നിയന്ത്രിക്കാനും ശാന്തനായ ഹൾക്ക് പുറത്തു വരുന്നത് തടയാനും സാധിക്കുന്നു. ഇതറിഞ്ഞ സ്പൈഡി ബ്രൂസിനോട് ചോദിക്കുന്നു, ഈ ഉപകരണം ഹൾക്കിന്റെ DNAയിൽ മാത്രമേ പ്രവർത്തിക്കൂ അതോ മറ്റുള്ളവരുടെ DNAയിൽ പ്രവർത്തിക്കുമോ എന്ന്. ഈ ഉപകരണം ഹൾക്കിന്റെ DNA മാത്രമേ നിയന്ത്രിക്കൂ എന്നും എന്നാൽ ഏത് DNA നിയന്ത്രിക്കാൻ കഴിയുന്ന ഉപകരണം നിർമ്മിക്കാൻ സാധിക്കുമെന്നും ബ്രൂസ് പറയുന്നു. ഇതറിയുന്നതോടെ സ്പൈഡി തീരുമാനിക്കുന്നു തന്നെ വർദ്ധിച്ച സ്പൈഡർ DNA നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണം താനും നിർമ്മിക്കുമെന്ന്. ഈ ഉപകരണത്തെ യൂണിവേഴ്സൽ അനിമേറ്റർ എന്ന് വിളിക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം പീറ്റർ കഠിനാധ്വാനം ചെയ്ത് തനിക്കായി ആ ഉപകരണം ഉണ്ടാക്കുകയും സ്വന്തം ശരീരത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ആ ഉപകരണം പ്രവർത്തിക്കുകയും പീറ്ററിന്റെ ശരീരത്തിലെ സ്പൈഡർ DNA നിയന്ത്രണത്തിലാക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നു. എന്നാൽ കുറഞ്ഞ സമയം പ്രവർത്തിച്ച ശേഷം അത് ചൂടായി കേടാകുന്നു എന്നതാണ് ഇതിന്റെ പ്രശ്നം. ഇതിനെല്ലാം ഇടയിൽ DODCയിൽ എല്ലാവരുടെയും മനസ്സ് നിയന്ത്രിക്കുകയും സെർവറുകൾ ഹാക്ക് ചെയ്ത് വിമാക്സിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും ചെയ്ത ആ മിസ്റ്റീരിയസ് കഥാപാത്രത്തെ സ്പൈഡർമാൻ തിരയുകയായിരുന്നു. ഇതൊക്കെ കണ്ട് ആ മിസ്റ്റീരിയസ് കഥാപാത്രം മറ്റു മനുഷ്യരെ ഉപയോഗിച്ച് സ്പൈഡർമാനെ കാണുകയും സ്പൈഡർമാൻ തന്റെ വഴിയിൽ തടസ്സമായി നിൽക്കുകയാണെങ്കിൽ കാമുകി MJയെ ഉപദ്രവിക്കുമെന്നും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് കേട്ട് സ്പൈഡർമാൻ വേഗം MJയെ രക്ഷിക്കാൻ ഓടുന്നു. അവൻ വീട്ടിലെത്തുമ്പോൾ MJ സുരക്ഷിതയായിരുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മിസ്റ്റീരിയസ് കഥാപാത്രം MJയുടെ മനസ്സ് നിയന്ത്രിക്കുകയും അവളെ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിക്കുകയും ചെയ്യുന്നു. അത് കണ്ട് സ്പൈഡി തന്റെ വല ഉപയോഗിച്ച് MJയെ പിടിച്ച് കെട്ടിടത്തിൽ നിന്ന് വീഴാതെ രക്ഷിക്കുകയും സുരക്ഷിതമായി നിലത്തിറക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിൽ ആ മിസ്റ്റീരിയസ് വ്യക്തി ആരാണെന്ന് സ്പൈഡർമാൻ കണ്ടെത്തുന്നു. ആളുകളുടെ മനസ്സ് നിയന്ത്രിക്കുന്ന ആ വ്യക്തി ഒരു പുരുഷനല്ല, മറിച്ച് ജീൻ ഗ്രേ എന്ന പെൺകുട്ടിയാണെന്ന് നമ്മൾ അറിയുന്നു. അതേ സുഹൃത്തുക്കളെ, മാർവലിലെ ഏറ്റവും ശക്തയായ ടെലിപ്പതിക് മ്യൂട്ടന്റുകളിൽ ഒരാളായ അതേ ജീൻ ഗ്രേ തന്നെയാണിത്. അവളാണ് എല്ലാവരുടെയും മനസ്സ് നിയന്ത്രിക്കുന്നത്. DODCയിൽ നിന്ന് വിമാക്സിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നതും അതിനുശേഷം ജീൻ ഗ്രേയുടെ ഭൂതകാല കഥ കാണിക്കുന്നു. അവൾ എന്തിനാണ് ഇതെല്ലാം ചെയ്തതെന്ന് നമ്മൾ അറിയുന്നു. ജീൻ ഗ്രേക്ക് സേറ ഗ്രേ എന്ന് പേരുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു. രണ്ടുപേരും വർഷങ്ങളായി അനാഥരായിരുന്നു. കുട്ടിക്കാലത്ത് തങ്ങളുടെ മക്കൾക്ക് പ്രത്യേക ശക്തികളുണ്ടെന്ന് മാതാപിതാക്കൾ അറിഞ്ഞപ്പോൾ അവർ രണ്ടുപേരെയും ഉപേക്ഷിച്ചു. അന്നു മുതൽ രണ്ട് സഹോദരിമാരും ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ഒരു ദിവസം രണ്ടുപേരും പാർക്കിലിരുന്ന് തങ്ങളുടെ മനസ്സ് നിയന്ത്രിക്കാനുള്ള കഴിവ് പരിശോധിക്കുന്നത് നമ്മൾ കാണുന്നു. പാർക്കിലുള്ള ആളുകളുടെ മനസ്സ് നിയന്ത്രിച്ചാണ് അവർ അത് പരീക്ഷിച്ചിരുന്നത്. എന്നാൽ DODC കുറച്ചു നാളുകൾക്ക് മുൻപ് സേറയുടെ ശക്തികൾ ശ്രദ്ധിച്ചിരുന്നുവെന്നും അവളെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നുവെന്നും നമ്മൾ അറിയുന്നു. അന്ന് സേറ ഗ്രേയെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ അവർ അവളെ രഹസ്യമായി തട്ടിക്കൊണ്ടുപോകുന്നു. സേറ എതിർക്കാതിരിക്കാൻ മയക്കുമരുന്ന് അടങ്ങിയ വിഷമുള്ള ഡാർട്ട് ഉപയോഗിച്ചാണ് അവർ അവളെ കൊണ്ടുപോകുന്നത്. ഭാഗ്യവശാൽ ജീൻ ഗ്രേ തന്റെ സഹോദരിയെ തട്ടിക്കൊണ്ടുപോകുന്നത് കാണുന്നു. അവൾ രക്ഷിക്കാൻ ഓടുമ്പോൾ ബോധം പോകുന്നതിന് മുൻപ് സേറ ഗ്രേ ജീൻ ഗ്രേയെ തന്നിൽ നിന്ന് അകറ്റുന്നു. ജീൻ ഗ്രേയുടെ മനസ്സ് നിയന്ത്രിച്ച് അവളെ അവിടെ തന്നെ നിർത്തുന്നു. ജീൻ ഗ്രേ രക്ഷിക്കാൻ വന്നാൽ DODC അവൾക്കും വിഷഡാട്ട് നൽകി തട്ടിക്കൊണ്ടുപോകുമെന്ന് സേറയ്ക്ക് അറിയാമായിരുന്നു. DODC സേറയെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ജീൻ ഗ്രേ സഹോദരിയെ തിരയാൻ ഒത്തിരി ശ്രമിച്ചെങ്കിലും കണ്ടെത്താനായില്ല. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് സേറ ഗ്രേ ജീൻ ഗ്രേയുമായി ടെലിപ്പതിക് വഴി ബന്ധപ്പെടുകയും മനസ്സിൽ വിമാക്സ് എന്ന് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് വിമാക്സ് എന്നാൽ എന്തെങ്കിലും കണ്ടെത്തിയാൽ സഹോദരിയെ കണ്ടെത്താനാകുമെന്ന് ജീൻ ഗ്രേ മനസ്സിലാക്കുന്നു. അന്നു മുതൽ അവൾ DODCയുടെ പിന്നാലെ നടന്ന് വിമാക്സിനെ കുറിച്ച് തിരയുകയാണ്. ജീൻ ഗ്രേയുടെ ഭൂതകാലം കാണുന്നതോടെ നല്ലവനാകാൻ ശ്രമിക്കുകയും പീറ്റർ പാർക്കറോട് സൗഹൃദം നടിക്കുകയും ചെയ്ത DODC തലവൻ വില്യം മിർസ്കർ ശരിക്കും ഒരു വില്ലനാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സേറ ഗ്രേയുടെ ശക്തികളിൽ പരീക്ഷണങ്ങൾ നടത്താനാണ് അവൻ അവളെ തട്ടിക്കൊണ്ടുപോയത്. മറുഭാഗത്ത് സ്പൈഡർമാൻ MJയെ രക്ഷിച്ച് ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അത് ഫ്രാങ്ക് കാസിലിന്റെ താവളമാണെന്ന് നമ്മൾ കാണുന്നു. സ്പൈഡർമാൻ പണിഷറെ കാണുകയും MJ തന്റെ കൂട്ടുകാരിയാണെന്നും സുരക്ഷിതയായിരിക്കാൻ ഇവിടെ നിർത്തുന്നതാണെന്നും പറയുന്നു. പണിഷറും സ്പൈഡർമാനും പണ്ടേ പരസ്പരം അറിയാമെന്നും പണ്ട് സ്പൈഡർമാൻ പണിഷറുടെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് അവർ സുഹൃത്തുക്കളായതാണെന്നും സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നു. അതുകൊണ്ട് പണിഷർ സ്പൈഡർമാനെ സഹായിക്കാൻ സമ്മതിക്കുന്നു. സ്പൈഡർമാൻ ജീൻ ഗ്രേയെക്കുറിച്ചും അവളുടെ ശക്തികളെക്കുറിച്ചും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അവളെ തടയാൻ തന്റെ സ്പൈഡർ DNA നിയന്ത്രിക്കാനുണ്ടാക്കിയ യൂണിവേഴ്സൽ അനിമേറ്റർ ജീൻ ഗ്രേയുടെ മേൽ ഘടിപ്പിക്കാൻ അവൻ പ്ലാൻ ചെയ്യുന്നു. അത് വെച്ചാൽ ജീൻ ഗ്രേയുടെ ടെലിപ്പതിക് ശക്തികൾ ദുർബലമാവുകയോ ഇല്ലാതാവുകയോ ചെയ്യും. അങ്ങനെ അവൾക്ക് ശക്തികൾ ഉപയോഗിക്കാൻ കഴിയില്ല. സ്പൈഡിക്ക് അവളെ എളുപ്പത്തിൽ തോൽപ്പിക്കാം. എന്നാൽ ആനിമേറ്ററിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞാൽ അത് ചൂടായി കേടാകും. സ്പൈഡി അത് ശരിയാക്കാൻ ശ്രമിക്കുമ്പോൾ MJ അടുത്തു വരികയും അന്വേഷിക്കുകയും ചെയ്യുന്നു. സ്പൈഡി ഉപകരണത്തെക്കുറിച്ച് പറയുമ്പോൾ സ്പൈഡർമാൻ അത് സ്വന്തം ശരീരത്തിൽ ഉപയോഗിക്കുമ്പോൾ മാസ്കിനുള്ളിൽ നിന്നുള്ള വകിരണമാണ് അതിനെ
ചൂടാക്കുന്നതെന്നും MJ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം മനസ്സിലാക്കിയ സ്പൈഡർമാൻ സന്തോഷത്തോടെ അനിമേറ്റർ ശരിയാക്കുന്നു. തുടർന്ന് സ്പൈഡർമാൻ ജീൻ ഗ്രേയെ തിരഞ്ഞിറങ്ങുന്നു. ജീൻ ഗ്രേ DODC ഓഫീസിലെത്തി വിമാക്സിനെ കുറിച്ച് തിരയുകയാണെന്ന് അറിയുന്നു. സ്പൈഡി ഉടൻ അവിടെ എത്തി അവളെ തടയാൻ ശ്രമിക്കുന്നു. എന്നാൽ തയ്യാറായി വന്ന ജീൻ ഗ്രേക്ക് സ്പൈഡിയുടെ മനസ്സിൽ കയറി നിയന്ത്രിക്കാനാകില്ലെന്ന് അറിയാമായിരുന്നതിനാൽ അവൾ ബ്രൂസ് ബാനറെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബ്രൂസിന്റെ മനസ്സ് നിയന്ത്രിച്ച് അവൾ അവനെ ഹൾക്കാക്കി മാറ്റുന്നു. ഹൾക്കും സ്പൈഡിയും തമ്മിൽ പോരാട്ടം നടക്കുന്നു. സ്പൈഡിയെ സഹായിക്കാൻ പണിഷറും എത്തുന്നു. അവൻ ഹൾക്കിന് നേരെ വെടിവെക്കുന്നുണ്ടെങ്കിലും ഹൾക്കിന് ഒന്നും സംഭവിക്കുന്നില്ല. സ്പൈഡി ഹൾക്കിനെ തടയാമെന്നും പണിഷർ പോയി ജീൻ ഗ്രേയെ തടയണമെന്നും അവർ തീരുമാനിക്കുന്നു. എന്നാൽ പണിഷർ ജീൻ ഗ്രേയുടെ അടുത്തെത്തിയ ഉടൻ അവൾ അവന്റെ മനസ്സ് നിയന്ത്രിച്ച് അടിമയാക്കുന്നു. വില്യം മെഡ്സ്കർ കെട്ടിടത്തിലെ ഒരു വോൾട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണെന്ന് ജീൻ ഗ്രേ അറിയുന്നു. പണിഷറുടെ സഹായത്തോടെ അവൾ വോൾട്ട് തുറപ്പിക്കുകയും മെഡ്സ്കറുടെ മനസ്സ് നിയന്ത്രിച്ച് വിമാക്സിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് സ്പൈഡി അവിടെ എത്തി ജീൻ ഗ്രേയുടെ മേൽ ഉപകരണം ഘടിപ്പിക്കുന്നു. ജീൻ ഗ്രേ ശക്തിയില്ലാത്തവളാകുന്നു. ഈ അവസരം മുതലാക്കി മെഡ്സ്കർ വിഷഡ് ഉപയോഗിച്ച് ജീൻ ഗ്രേയെ ബോധം കെടുത്തുന്നു. ബോധം പോകുന്നതിന് മുൻപ് ജീൻ ഗ്രേ സേറ എന്ന് പറയുന്നു. സ്പൈഡി മെഡ്സ്കറോട് ചോദിക്കുന്നു ജീൻ ഗ്രേ മനസ്സ് നിയന്ത്രിച്ചപ്പോൾ എന്താണ് ചെയ്തതെന്ന്. അവൾ തന്റെ മനസ്സിൽ സെറയെ കുറിച്ച് തിരയുകയായിരുന്നു എന്ന് മെഡ്സ്കർ. സ്പൈഡി വീണ്ടും MJയുടെ അടുത്തേക്ക് പോകുന്നു. 4 വർഷം മുൻപ് താൻ MJക്കായി എഴുതിയ ഒരു കത്ത് അവൻ കാണുന്നു. അതിൽ തന്നെ എല്ലാം എഴുതിയിരുന്നു. അവൾക്ക് ഓർമ്മ വരാനായി ആ കത്ത് നൽകാൻ പോയതായിരുന്നു. എന്നാൽ അന്ന് അവൻ കൊടുത്തിരുന്നില്ല. എന്നാൽ ഇന്ന് MJ ആ കത്ത് വായിച്ചിരുന്നു. അവൾ പീറ്ററിനോട് കത്ത് വായിച്ച കാര്യം പറയുന്നു. എന്നാൽ തനിക്കിപ്പോൾ പീറ്ററെ അറിയില്ലെന്നും മനസ്സിൽ സ്നേഹമില്ലെന്നും പറയുന്നു. എങ്കിലും മുഖം കാണിക്കാൻ ആവശ്യപ്പെടുന്നു. പീറ്റർ മാസ്ക് മാറ്റി മുഖം കാണിക്കുന്നു. പിന്നീട് പീറ്റർ MJയെ വീട്ടിലാക്കുന്നു. അവൾ പീറ്ററെ അകത്തേക്ക് ക്ഷണിക്കുകയും നെഡിനെ കാണാമെന്നും പറയുന്നു. പീറ്റർ നെഡിനെ കാണുന്നു. എന്നാൽ കോസ്റ്റ്യൂമിൽ ആയതുകൊണ്ട് സ്പൈഡർമാനായിട്ടാണ് സംസാരിക്കുന്നത്. സ്പൈഡർമാൻ MJയോട് പറയുന്നു ജീൻ ഗ്രേ അവളുടെ മനസ്സ് നിയന്ത്രിച്ചിരുന്നുവെന്നും അപ്പോഴാണ് അവൾ കെട്ടിടത്തിൽ നിന്ന് വീണതെന്നും കൂടാതെ മനസ്സ് നിയന്ത്രിക്കപ്പെട്ട സമയത്താണ് MJ പീറ്ററെ ഉമ്മ വെച്ചതെന്നും പറയും. എന്നാൽ തനിക്ക് അങ്ങനെയൊന്നും ഓർമ്മയില്ലെന്ന് MJ പറയുന്നു. മൈൻഡ് കൺട്രോൾ സമയത്തെ ഓർമ്മകൾ മനസ്സിലുണ്ടാകില്ല. ഇത് കേട്ട് പീറ്ററിന് കാര്യം കത്തുന്നു. സ്കോർപ്പിയന്റെ മനസ്സ് നിയന്ത്രിച്ചപ്പോഴും പുറത്തു വന്നപ്പോൾ അവനൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. MJക്കും അങ്ങനെ തന്നെ. അങ്ങനെയെങ്കിൽ ജീൻ ഗ്രേ മനസ്സ് നിയന്ത്രിച്ചപ്പോൾ അവൾ സെറയെ തിരയുകയായിരുന്നു എന്ന് വില്യം മെഡ്സ്കർ എങ്ങനെ ഓർത്തു പറഞ്ഞു? മെഡ്സ്കർ വലിയൊരു കള്ളനാണെന്ന് പീറ്റർ മനസ്സിലാക്കുന്നു. അവൻ എന്തോ ഒളിക്കുന്നുണ്ട്. ജീൻ ഗ്രേയെ കുറിച്ച് നേരത്തെ അറിയാം. പിമാക്സിനെ കുറിച്ചും അവൻ കള്ളം പറയുകയാണ്. പീറ്റർ തെറ്റിദ്ധരിച്ച ജീൻ ഗ്രേ പാപവും നിരപരാധിയുമാണെന്ന് അവൻ തിരിച്ചറിയുന്നു. സ്പൈഡർമാൻ ജീൻ ഗ്രേയെ രക്ഷിക്കാൻ ഓടുന്നു. അവൾ DODC കസ്റ്റഡിയിലാണ്, അപകടത്തിലാണ്. അപ്പുറത്ത് DODC കെട്ടിടത്തിൽ മെഡ്സ്കർ ജീൻ ഗ്രേയെ തടവിലിട്ട് ക്രൂരമായി പരീക്ഷണം നടത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. ഈ ഉപദ്രവത്തിനിടയിൽ ജീൻ ഗ്രേ മുകളിലേക്ക് നോക്കുമ്പോൾ വെന്റ്മാക്സ് എന്ന് എഴുതിയത് കാണുന്നു. അതിൽ വെന്റിലെ V ഒഴിച്ച് ബാക്കി അക്ഷരങ്ങളിൽ ടേപ്പ് ഒട്ടിച്ചിരിക്കുകയായിരുന്നു. കാണുന്ന വാക്ക് വിമാക്സ് എന്നാണ്. അത് കണ്ടതും ജീൻ ഗ്രേക്ക് മനസ്സിലാകുന്നു പണ്ട് തന്റെ സഹോദരി സേറയെയും ഇതുപോലെ ഉപദ്രവിച്ചാണ് കൊന്നതെന്നും മരിക്കുന്നതിന് മുൻപ് അവൾ കണ്ട കാഴ്ച ഇതായിരുന്നുവെന്നും. മരിക്കുന്നതിന് മുൻപ് ടെലിപ്പതി വഴി അവൾ പറഞ്ഞ വാക്ക് വിമാക്സ് എന്നായിരുന്നു. സത്യം മനസ്സിലാക്കി ജീൻ ഗ്രേയുടെ കോപം അണപൊട്ടി ഒഴുകുന്നു. അവൾ ഉച്ചത്തിൽ നിലവിളിക്കുകയും ചുറ്റുമുള്ള 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള സകല മനുഷ്യരെയും തന്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്യുന്നു. ജീൻ ഗ്രേ സ്വയം സ്വതന്ത്രയാവുകയും മെഡ്സ്കറെ ആ കസേരയിലിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ സമയം പീറ്റർ അവിടെ എത്തുന്നു. എന്നാൽ അവിടെ ദി ഹാൻഡ് നിഞ്ച സംഘവും ഉണ്ടായിരുന്നു. ജീൻ ഗ്രേ അവരെ നിയന്ത്രിച്ച് സ്പൈഡർമാനെ നേരെ വിടുന്നു. പോരാട്ടത്തിൽ ആദ്യം സ്പൈഡിക്ക് തല്ലു കിട്ടുമെങ്കിലും പിന്നീട് അവനിലെ സ്പൈഡർ DNA ശക്തമാവുകയും നിഞ്ചകളെ മുഴുവൻ അവൻ തോൽപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം പീറ്ററിന്റെ കറുത്ത കണ്ണുകൾ സാധാരണ നിലയിലാകുന്നു. അതായത് അവന് സ്വന്തം ശക്തികളുടെയും സ്പൈഡർ DNAയുടെയും പൂർണ്ണ നിയന്ത്രണം ലഭിക്കുന്നു. സ്പൈഡി വാതിൽ തകർത്ത് ജീൻ ഗ്രേയുടെ അടുത്തെത്തുന്നു. എന്നാൽ ജീൻ ഗ്രേ വീണ്ടും സ്പൈഡർമാന്റെ മനസ്സിൽ കടക്കുന്നു. ഇത്തവണ അവളുടെ ശക്തി വർദ്ധിച്ചതിനാൽ അവൾ സ്പൈഡിയുടെ ഓർമ്മകൾ കാണുന്നു. പണ്ട് ആൻമേ അവനെ ആശ്വസിപ്പിക്കുന്ന രംഗമാണത്. നീ വ്യത്യസ്തനാണ്. ലോകം നിന്നെ വേറിട്ട രീതിയിൽ കാണും. വെല്ലുവിളികൾ ഉണ്ടാകും. എങ്കിലും അവരെ സ്വന്തമായി കണ്ട് നിന്റെ ശക്തികൾ നന്മയ്ക്കായി ഉപയോഗിക്കണം. ഇത് കേൾക്കുന്ന ജീൻ ഗ്രേ മനസ്സിലാക്കുന്നു താൻ അനുഭവിക്കുന്ന ഒറ്റപ്പെടലും മാറ്റി നിർത്തപ്പെടലും സ്പൈഡർമാൻ വർഷങ്ങളായി അനുഭവിക്കുന്നുണ്ടെന്നും എന്നിട്ടും അവൻ ലോകത്തെ ശത്രുവായി കാണാതെ നന്മ ചെയ്യുന്നു. ജീൻ ഗ്രേയുടെ മനസ്സിലെ വെറുപ്പ് മാറുകയും അവൾ സ്പൈഡർമാനെ കൂട്ടുകാരനായി സ്വീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൂരെ നിന്ന് പണിഷർ ജീൻ ഗ്രേക്ക് നേരെ തോക്ക് ചൂണ്ടി വെടിയുതിർക്കുന്നു. സ്പൈഡർ സെൻസ് വഴി ഇതറിയുന്ന സ്പൈഡർമാൻ ജീൻ ഗ്രേക്ക് മുന്നിൽ ചാടി വെടിയുണ്ട സ്വന്തം ശരീരത്തിൽ ഏൽക്കുന്നു. സ്പൈഡർമാൻ മരണവക്ത്രത്തിലാകുന്നു. എന്നാൽ ജീൻ ഗ്രേ തന്റെ ശക്തി ഉപയോഗിച്ച് പീറ്റർ കുറച്ചു മണിക്കൂറുകൾ കൂടി ജീവിച്ചിരിക്കാൻ തക്കവണ്ണം അവന്റെ ആരോഗ്യം താൽക്കാലികമായി വീണ്ടെടുക്കുന്നു. തന്റെ വടിയേറ്റത് പീറ്ററിനാണെന്ന് പണിഷർ കാണുന്നു. അവൻ വേഗം ഓടിയെത്തി പീറ്ററെ ആശുപത്രിയിലാക്കുന്നു. ചികിത്സയ്ക്ക് ശേഷം പീറ്റർ പൂർണ്ണ സുഖം പ്രാപിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നു. പിന്നീട് പീറ്റർ തന്റെ പതിവ് കഫേയിൽ പോകുന്നു. അവിടെ നെഡ് ഇരിക്കുന്നത് കാണുന്നു. ഇത്തവണ പീറ്റർ നേരെ ചെന്ന് നെഡിന് കൈ കൊടുക്കുന്നു. അവർ തങ്ങളുടെ പഴയ ഹാൻഡ് ഷേക്ക് സ്റ്റൈൽ വീണ്ടും ചെയ്യുന്നു. ആ നിമിഷം നെഡിന് ഓർമ്മ വരുന്നു മുന്നിൽ നിൽക്കുന്നത് തന്റെ പഴയ കൂട്ടുകാരൻ പീറ്റർ പാർക്കറാണെന്ന്. അവൻ പീറ്ററെ തിരിച്ചറിയുന്നു. പീറ്ററിന്റെ മുഖത്ത് സന്തോഷത്തിന്റെ ചിരി വിരിഞ്ഞു. ഇതോടെ സിനിമ അവസാനിക്കുകയാണ്.
ക്രെഡിറ്റുകൾക്ക് ശേഷമുള്ള പോസ്റ്റ് ക്രെഡിറ്റ് രംഗത്തിൽ പീറ്റർ പാർക്കർ ഭൂമിക്ക് പുറത്ത് ബഹിരാകാശത്ത് എത്തിയതായി കാണിക്കുന്നു. അവൻ എന്തിനാണ് അവിടെ പോയതെന്നും ആരാണ് കൊണ്ടുപോയതെന്നും വരാനിരിക്കുന്ന അവഞ്ചേഴ്സ് ഡൂംസ്ഡേ സിനിമയിൽ അറിയാം. അപ്പോൾ ഇതാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ സിനിമയുടെ കഥ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റിൽ സ്പൈഡർമാൻ എന്ന് എഴുതണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് സെറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.